everyone, welcome back to our channel IAS Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ചാർട്ടർ ആക്ട് ഓഫ് 1853. So, let's move to the topic. ചാർട്ടർ ആക്ട് ഓഫ് 1853. സോ ഈ ആക്ടുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഓർത്തിരിക്കാനായിട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാർട്ടർ ആക്ട് ഓഫ് 1853 വരുമ്പോൾ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസിയാണ്. ഈ ഒരു ആക്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടേഡ് ആക്ടിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതായത് നിലവിലെ നമ്മുടെ ആർട്ടിക്കിൾ 50. ഇവിടെ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസും എക്സിക്യൂട്ടീവ് ഫങ്ഷൻസും എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്യാണ്, വിഭജിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലേഴ്സ് എന്ന പേരിൽ ഒരു 6 അംഗങ്ങളെ ഉൾപ്പെടുത്തുകയാണ്. അതാണ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ആൻഡ് ആദ്യമായിട്ട് ഈ ഒരു ചാർട്ടേഡ് ആക്ടിലൂടെയാണ് ലോക്കൽ റെപ്രസെൻറ്റേഷൻ, ലോക്കലായിട്ടുള്ള ആളുകൾക്ക് കൗൺസിലിൽ പങ്കാളിത്ത അനുവാദം കൊടുക്കുന്നത്. ആൻഡ് നമ്മൾ കഴിഞ്ഞ ആക്ടിൽ, അതായത് ചാർട്ടർ ആക്ട് ഓഫ് 1833 നമ്മൾ പറഞ്ഞിരുന്നു സിവിൽ സർവീസിൻ്റെ കാര്യം. സിവിൽ സർവൻസിന് ഒരു ഓപ്പൺ സെലക്ഷൻ സിസ്റ്റം കൊണ്ടുവന്നു. ഈ ഒരു ആക്ട് വരുമ്പോഴത്തേക്കും സിവിൽ സർവൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരാണ്. മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. അതായത് ഇന്ത്യൻസ് ഒരിക്കലും ഈ ഗവൺമെൻറ് സ്ഥാനങ്ങളിലേക്കോ അല്ല അത്തരത്തിലുള്ള ഒഫീഷ്യൽ സ്ഥാനങ്ങളിലേക്കോ ഒന്നും ഇന്ത്യൻസിനെ അലൗ ചെയ്തിരുന്നില്ല, അവരെ അനുവദിച്ചിരുന്നില്ല അത്തരം സ്ഥാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫോർ ദ ഫസ്റ്റ് ടൈം സിവിൽ സർവൻസിന് വേണ്ടിയിട്ട് അല്ലെ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരികയാണ്. ആൻഡ് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടൊരു ശുപാർശ നടത്തുന്നത് മെക്കൗളി കമ്മിറ്റിയാണ്. മെക്കൗളി നമ്മൾ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹം ഗവർണർ ജനറൽ കൗൺസിലിൻ്റെ ലോ മെമ്പറാണ് മെക്കൗളി. അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി ഇന്ത്യൻസിന് വേണ്ടി ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യവും ഇത് തന്നെയാണ്. സോ മെക്കൗളി കമ്മിറ്റിയാണ് സിവിൽ സർവീസിന് വേണ്ടി ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരണം എന്നൊരു ശുപാർശ നൽകിയത്. ആൻഡ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗവർണർ ജനറലിന് വീറ്റോ പവർ ലഭിക്കുകയാണ് ഈ ഒരു ആക്ടിലൂടെ. വീറ്റോ പവർ എന്ന് പറയുമ്പം ഏതൊരു ലെജിസ്ലേറ്റീവ് പ്രപ്പോസൽ വന്നാലും അത് ഗവർണർ ജനറലിൻ്റെ അസൻറ്റോടു കൂടി, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ബില്ല് പാസ്സാക്കാൻ പറ്റൂ. നിലവിൽ നമ്മുടെ പ്രസിഡന്റിനുള്ള പോലെ തന്നെയാണ് അന്നത്തെ ഗവർണർ ജനറലിനുള്ള അധികാരം. അതേപോലെ നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പറഞ്ഞിരുന്നു ഗവർണർ ഓഫ് ബംഗാളിനെയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവിയിലേക്ക് മാറ്റിയത്. സോ ഈ ഒരു ആക്ട് വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? ബംഗാളിന് വീണ്ടും ഒരു സെപ്പറേറ്റ് ഗവർണർ എന്നൊരു പദവി, അതിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് നടക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാർട്ടേഡ് ആക്ട് ഓഫ് 1853 നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് പോയിന്റ്സ് ഒന്ന് റീകളക്ട് ചെയ്യാം. സോ ചാർട്ടേഡ് ആക്ട് ഓഫ് 1853 ആ ഒരു ടൈമിൽ ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നടക്കുന്നു, അതായത് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്ന രീതിയിൽ 2 രീതിയിൽ പവർ സെപ്പറേറ്റ് ആവുകയാണ്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലേഴ്സ് എന്ന പേരിൽ 6 അംഗങ്ങളെ ഉൾപ്പെടുത്തുകയാണ്. അതാണ് പിന്നീട് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് അറിയപ്പെട്ടത്. ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് ദാറ്റ് ലോക്കൽ റെപ്രസെൻറ്റേഷൻ, ലോക്കൽ ആളുകളെ എന്ത് ചെയ്യുന്നു? കൗൺസിലിലേക്ക് അംഗത്വം, അവർക്ക് പ്രവേശിക്കാനുള്ളൊരു അംഗത്വം ലഭിക്കുകയാണ്, അതിനുള്ളൊരു പെർമിഷൻ ലഭിക്കുകയാണ്. ആൻഡ് സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ മെക്കൗളി കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു, അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ദെൻ ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ദാറ്റ് ഗവർണർ ജനറലിന് വീറ്റോ പവർ, വീറ്റോ അധികാരം കൊടുക്കുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ബംഗാളിന് വേണ്ടി സെപ്പറേറ്റ് ഗവർണർ എന്നൊരു അപ്പോയിൻമെൻറ്റ് കൂടി നടക്കപ്പെടുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ചാർട്ടർ ആക്ട് ഓഫ് 1853. Stay tuned to this channel for more videos.